SKN ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് പോയ ഈ സംഘം VD സതീശൻ കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി, ഒപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, ഇതുകൂടാതെ നമ്മുടെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൂടി ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ആദ്യം, അതായത് ഈ മുഖ്യമന്ത്രി ചർച്ചകൾക്കെല്ലാം തുടക്കം കുറിച്ചത് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നുള്ള ഒരാൾ മുഖ്യമന്ത്രിയാകണം എന്ന ആദ്യ വെടി പൊട്ടിച്ചത് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. VD സതീശന്റെ വിശ്വസ്തനായ മുഹമ്മദ് ഷിയാസുമായാണ് ഇപ്പോൾ ലോക് ഭവനിലേക്ക് പോയ സംഘത്തിൽ ഷിയാസ്. തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലത്തിന് ശേഷം VD സതീശൻ വന്നിറങ്ങുമ്പോഴും എറണാകുളം DCC നൽകിയ സ്വീകരണമൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അതും മുഹമ്മദ് ഷിയാസിന്റെ കൂടി നേതൃത്വത്തിലായിരുന്നു. അതിനുശേഷം അവിടെയും അദ്ദേഹം സ്വീകരിക്കാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഷിയാസ് താരമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്തായാലും അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ മന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ കീറാമുട്ടിയെന്ന് തോന്നുന്നു. കാരണം ഈ 63 പേരിലെ ഒരുവിധമുള്ള ആളുകളൊക്കെ മന്ത്രിയാവാൻ അല്ലേ, നമ്മുടെ ചാണ്ടിയുമ്മനൊക്കെ തന്നെ ഒരുപക്ഷെ ഒരു യങ്സ്റ്റർ എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മോഡലായിരുന്നു. അദ്ദേഹത്തിനൊക്കെ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുന്നതൊക്കെ നല്ല സന്ദേശമായിരിക്കും. വലിയ ഭൂരിപക്ഷത്തിലാണല്ലോ ജയിച്ചത്. അതെ, അങ്ങനെ 63 പേരിൽ നിന്ന് ഇനി VD സതീശൻ വഴി 62 പേരിൽ നിന്ന് ഈ 11 പേരെ തെരഞ്ഞെടുക്കുക എന്നുള്ള വളരെ സങ്കീർണമായ പ്രക്രിയ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ നേരത്തെ പറഞ്ഞ ആ സമവാക്യങ്ങളെല്ലാം പാലിക്കുകയും വേണം, വിശ്വസ്തരെ ഉൾപ്പെടുത്തുകയും വേണം. അങ്ങനെ അങ്ങനെ പല പല ഘടകങ്ങളാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ മന്ത്രിമാരായിരുന്ന 11 പേര് തന്നെ അതിൽ കാണും. അതെ, അതുമാകാം. തിരുവഞ്ചൂർ തുടങ്ങി എത്രയോ ആളുകൾ അവിടെയുണ്ട്. സീനിയേഴ്സ് ഒരുപാട് പേരുണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കളുടെ പ്രാതിനിധ്യം കൂടി ഉറപ്പാക്കേണ്ടി വന്നാൽ ആ ഇക്വേഷൻ എങ്ങനെ വർക്കാവുന്നതും പ്രധാനമാണ്. അല്ല, അതിൽ പ്രധാനപ്പെട്ട കാര്യം VD സതീശൻ തന്നെ പറഞ്ഞത് ജെൻസിയോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷ ഉണ്ടാകണം, ആ കാഴ്ചപ്പാട് കൂടി വേണമെന്നാണ്. അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇതിൽ മതിയായ പ്രാതിനിധ്യം കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനുമാണ്. മാത്രമല്ല ഗോപി, ജെൻസിക്ക് പലപ്പോഴും ഒരു പരാതിയുണ്ട്. ഈ നേതാക്കന്മാർ വിളിക്കുന്ന മുദ്രാവാക്യം അവർക്ക് മനസ്സിലാകുന്നില്ല, അവരുടെ പ്രസംഗം മനസ്സിലാകുന്നില്ല, അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ആ വിനിമയ വിടവ് പലപ്പോഴും വോട്ടായി മാറുന്നില്ല. അപ്പം ചെന്നൈയിലൊക്കെ തന്നെ ഒരു 15 ലക്ഷം വോട്ടർമാർ, ചെറുപ്പക്കാരായ വോട്ടർമാരോട് അവിടുത്തെ സി ജോസഫ് വിജയ് എന്ന് പറയണല്ലോ, സി ജോസഫ് വിജയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അതേ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത്. കാര്യം രാഷ്ട്രീയത്തിന്റെ സ്വഭാവം മാറുന്നു, കാലം മാറുന്നു. പുതിയ തലമുറ പുതിയ കാലത്തിനനുസരിച്ച് രാഷ്ട്രീയം മാറുകയാണ്. അതിന്റെ നമുക്കൊക്കെ ഉള്ള ഒരു അറിയിപ്പ് കൂടിയാണ്. ജെൻസിക്കും കൂടെ മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ സംസാരിക്കണം. കാര്യം അസിത അതാ ചിരിച്ചത്, ഈ കളവന്മാരെല്ലാം കൂടെ എന്തൊക്കെയാ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ജെൻസിക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞൊരു എല്ലാ കാലത്തും ഒരു വലിയ വിഷയമാണ്. നമ്മൾ സംസാരിക്കുന്നത് എതിരെ നിൽക്കുന്ന ആളിന് മനസ്സിലാകാതിരിക്കുക, ഒരു ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഒരു സെൻസിബിലിറ്റി ഗ്യാപ്പ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും കരണീയമല്ല. അതുകൊണ്ട് പുതിയ കാലത്തിന് യോജിച്ച ഭാഷ കൈവരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഇപ്പോൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ലാംഗ്വേജ് കൺവേർട്ടറൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും കൊണ്ടുകിടക്കുന്ന ഒരു കാലത്ത് അതൊന്നുമല്ല വിഷയം. പക്ഷേ നമ്മൾ ലളിതമായ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും, നമ്മൾ പണ്ട് ഊറ്റം കൊണ്ട് അപ്പൂപ്പനൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാലത്തെക്കാളും ഇന്നത്തെ മണ്ണിൽ ചവിട്ടി നിന്ന് സംസാരിക്കുകയും യാഥാർത്ഥ്യങ്ങളോട് സംസാരിക്കുകയും പ്രസംഗത്തിൽ പോയിന്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഒരു മുൻധാരണയും ഇല്ലാതെ, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട്. എന്നാൽ ആ പൊതുപ്രവർത്തകരുടെയൊക്കെ ജെൻസി ആവശ്യപ്പെടുന്നത് നിങ്ങൾ ആവശ്യത്തിന് റെഫർ ചെയ്യണം, ഗവേഷണം നടത്തണം, കാര്യങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് ജെൻസിയോട് സംസാരിക്കാൻ കഴിയൂ, ജെൻസിയുമായി നമുക്ക് സംവദിക്കാനാകൂ. അതൊരു വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. VD പറഞ്ഞത് വളരെ പ്രസക്തമായൊരു പോയിന്റ് ആണെന്ന് കൂടി നമ്മളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.